ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2007 ഒരു ഹൊറർ അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വിൻഡ് ചിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു സ്റ്റോറിയെ പറ്റി അധികമായിട്ട് ഒന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അവളിപ്പോ തന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കും അവൾക്കൊരു മെസ്സേജ് വരുന്നു. നീ ഇനിയിപ്പോ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നേ എന്നുള്ള ആ ഒരു മെസ്സേജ് വരുമ്പോൾ അവൾ പറയും ഞാനൊരു ബസ് പിടിച്ചു പോകും എന്ന് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അല്ല, എന്തുകൊണ്ട് നീ അവിടുത്തെ ബോർഡിൽ നോക്കിക്കൂടാ എന്നുള്ള ആ ഒരു മെസ്സേജ് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആയാലും നേരെ ഈ ഒരു കോളേജിന് വെളിയിൽ വലിയൊരു ബോർഡുണ്ട്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ പേപ്പറുകളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കോളേജിൽ നിന്നും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാനായിട്ട് ആ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഹീറോയിന് പോകാനായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു പയ്യനുണ്ടെന്നും അവന്റെ കാറ് വെളിയിൽ കിടപ്പുണ്ട് എന്നുള്ള കാര്യം ആ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ ഹീറോയിൻ നേരെ തന്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ആ ഒരു കാറിനടുത്തേക്ക് ചെല്ലാണ്. എന്താണെന്ന് വെച്ചാൽ ഉടനെ ക്രിസ്മസ് വരാൻ പോവാണ്. അപ്പൊ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ അവളുടെ നാട്ടിലേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ഹീറോയിൻ ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ആ ഒരു പയ്യൻ ഇങ്ങനെ കാറിൽ കിടന്ന് ഉറങ്ങാണ്. അവനെ ഒന്ന് വിളിക്കുമ്പോഴത്തേക്കാണ് ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും പേരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂവിയിൽ ഇവർക്ക് പ്രത്യേക ഒരു പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ ഹീറോയിനും തന്നെ വിളിക്കാം. ഇപ്പോൾ ഹീറോയിൻ ആയാലും തന്റെ ബാഗ് കൊണ്ടുവന്നിട്ട് ആ ഒരു കാറിന്റെ പുറകിലേക്ക് വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് പഴയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനിടയിൽ എങ്ങനെയെങ്കിലും അവളുടെ ബാഗും കുത്തിക്കയറ്റി അവളുടെ ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഡോർ തുറക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഹീറോ പറയും, ഏയ് അടങ്ങിയിരിക്കും, പിടിച്ച് വരിക്കല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെയാണ്, ഞാൻ തുറന്നു തരാമെന്നും പറഞ്ഞിട്ട് അവനത് തുറന്നു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഗ്ലാസ് പിടിച്ചിടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതും കഴിയുന്നില്ല, അത് സ്റ്റക്കായിട്ട് നിൽക്കാണ്. ഷടാ, വല്ലാത്തൊരു കാറായിപ്പോയി. ശരി, എന്തായാലും പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കാറിൽ കയറി ഉടനെ തന്നെ നമ്മുടെ ഹീറോയിൻ അവളുടെ ഫോൺ എടുത്തിട്ട് ആരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ ഈ ഒരു വഴിയാണ് വരുന്നത്, ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ഹീറോയിൻ ആയാലും അല്ല, ഈ ഒരു പയ്യൻ എന്നെ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട്, ഓക്കെ നീ ഇപ്പൊ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, അല്ല, രണ്ടുപേരും തമ്മിലൊരു ലോങ് റൈഡ് പോകുമ്പോഴത്തേക്കും ഒരു മര്യാദ എന്നുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, അതാണ് ഒരു മര്യാദ എന്നെല്ലാം ഹീറോ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ആയാലും ഇപ്പൊ സംസാരിക്കാനായിട്ട് അത്ര മൂടില്ല. അതുകൊണ്ട് തന്നെ അവള് മിണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും കാർ മുന്നിലേക്ക് പോകുമ്പോൾ ഹീറോയിൻ ഇപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇവിടെ ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാനൊരു കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചത്. അല്ല, നിനക്കറിയോ ഈ ഒരു സ്ഥലത്തെ എല്ലാ സ്കൂളുകളും നിനക്കറിയുന്നത് ഹീറോയിനോട് ചോദിക്കുമ്പോൾ അതെ, ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഹീറോ ഇപ്പൊ പെട്ടെന്ന് ഹീറോയിനോട് പറയുന്നത്, അല്ല നമ്മൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, അത് ഫിലോസഫി ക്ലാസ്സിൽ, നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അവനെ അവളുടെ ക്ലാസ്സിൽ പോലും കണ്ടിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ആ ഒരു ക്ലാസ്സിലുണ്ട്, എല്ലാവരും എങ്ങനെ ഓർത്തിരിക്കാൻ കഴിയും. ഓക്കെ എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ഫിലോസഫി എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു, പിന്നെ എനിക്ക് ഫിലോസഫി ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പോൾ ഫിലോസഫിയെ പറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവസാനം നമ്മുടെ ഹീറോയിന് ബോറടിച്ച് പെട്ടെന്ന് ആ ഒരു കാറിൽ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിലോ അവളുടെ കാല് രണ്ടുപേർത്ത് മുകളിലേക്ക് വെച്ചിട്ട് ആ കാലിൽ ക്യൂടെക്സ് ഇടുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇതുപോലെ എനിക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഏയ് കുഴപ്പമില്ല, കുറച്ചുകൂടി മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് അവിടെ കയറിയിട്ട് ഫ്രഷ് ആയിട്ട് പോവാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ കണ്ണിന്റെ ശസ്ത്രക്രിയ നടത്തിയതിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ നീ എന്താ ഗ്ലാസ് ഉപയോഗിക്കാതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതുപോലെ ലേസർ വെച്ചിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് നടത്തിയത്, അതുമല്ല എനിക്കാണെങ്കിൽ ഈ ഒരു ഗ്ലാസ് ധരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, അല്ല അത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നിന്നെ കാണാനായിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അത് അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഈ ഒരു കണ്ണട വയ്ക്കുന്ന കാര്യം ഇവൻ എങ്ങനെ അറിയാമെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം അവിടെ വീട്ടിൽ വെച്ചിട്ടാണ് അത് സാധാരണ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ആ ഒരു സബ്ജക്റ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ കുറെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ കാർ അവിടെ കൊണ്ടുപോയി നിർത്തി ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്, അല്ല നീ എന്താ വെളിയിൽ ഇറങ്ങുന്നില്ലേ, നിനക്കല്ലേ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് വരാൻ പറയുമ്പോൾ അവള് പറയും, ഇപ്പോഴാണ് അവളുടെ കാലിൽ ക്യൂടെക്സ് ഇട്ടത്, അതുകൊണ്ട് ഇപ്പോൾ അതും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ മുതിയിലേക്ക് കയറിക്കോന്നും പറഞ്ഞിട്ട് ആ ഡോറും തുറന്ന് അവളെ പിടിച്ച് മുതിയിലേക്ക് കയറ്റി പൊക്കിയെടുത്ത് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ അടുത്തുള്ള ഷോപ്പിനകത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഹീറോയിനായാലും അവിടെ നിൽക്കുന്ന ആ ഒരു ഉടമയുണ്ടല്ലോ അയാളോട് ഈ ഒരു ബാത്റൂം എവിടെയാണെന്ന് ചോദിച്ച് അവള് നേരെ ബാത്റൂമിനകത്തേക്ക് കയറി പോയിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവള് നേരെ അവളുടെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അതെടുത്ത് കണ്ണിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോ പറഞ്ഞതുപോലെ അവളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് അവള് പെട്ടെന്ന് ഈ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ ഡോർ ഇപ്പോൾ തുറക്കാനായിട്ട് കഴിയുന്നില്ല.
അങ്ങനെ അവളായാലും പെട്ടെന്ന് ഹേയ് ആരെങ്കിലും വന്നെന്ന് ഡോർ തുറക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് അങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. അപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ആരും ഒരാൾ സംസാരിക്കുന്നൊരു ശബ്ദം. പക്ഷെ അവനും ഹീറോയും പറയുന്ന ആ ഒരു കാര്യം കേൾക്കുന്നില്ല. അവളാണെങ്കിൽ ഇപ്പോൾ മുകളിലൂടെ കയറി നിന്നിട്ട് ആരെങ്കിലും വെളിയിലുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും ആരും വരാത്തത് കൊണ്ട് ഒരുപാട് നേരം ട്രൈ ചെയ്ത് അവൾ അവസാനം ആ ഒരു ഡോർ തുറക്കുന്നുണ്ട്. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവിടെ ദൂരെയായിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നു. അയാളെ ഹീറോയിനെ തന്നെ നോക്കാണ്. പക്ഷെ അയാൾ ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല നിങ്ങൾ രണ്ടുപേരും ഞാൻ അവിടെ കിടന്ന് വിളിച്ചത് കേട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയും ഇല്ല കേട്ടില്ല. അപ്പോ ഹീറോയിൻ പറയും അല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യം ഞാൻ കേട്ടു, പക്ഷെ ഞാൻ വിളിച്ചത് നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞാല് അപ്പോ ഹീറോ പറയും ഇല്ല സത്യമായിട്ട് കേട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഓക്കെ ശരി എന്തായാലും നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവർ വെളിയിലായിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഷോപ്പിലെ ഓണർ ഉണ്ടല്ലോ അയാൾ ഹീറോയെ നോക്കിയിട്ട് പറയുന്നുണ്ട് അല്ല നിങ്ങൾ ആ ഒരു ഹൈവേയിലൂടെ റോഡിലൂടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരുപാട് തവണ അതുവഴി പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് പരിചയമുള്ള വഴിയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഈ ഒരു പെട്രോൾ അടിച്ചതിന്റെ പകുതി പണം അവന് കൊടുക്കുമ്പോൾ അവൻ പറയും ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ നേരെ വണ്ടിയിലേക്ക് കയറ്റി. ഇപ്പൊ ഇവര് രണ്ടുപേരും കുറെ കൂടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു ഹൈവേയിലേക്കുള്ള ആ ഒരു സൈൻ ബോർഡ് ഉണ്ടല്ലോ അത് ഹീറോ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു വഴിയെ ഹീറോ തിരിക്കാതെ വണ്ടി പെട്ടെന്ന് മറ്റൊരു വഴിയെ തിരിച്ചുകൊണ്ടിങ്ങനെ പോകും. ഇപ്പോൾ വണ്ടി ഹൈവേയിൽ കയറാതെ മറ്റൊരു വഴിയെ പോകുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചിട്ട് നീ എന്താ ചെയ്യുന്നേ, ഈ വഴി എന്തിനാ പോന്നേ, വണ്ടി തിരിച്ച് ഹൈവേയിലേക്ക് തന്നെ വിടുന്ന് പറയുമ്പോൾ അവനായാലും പെട്ടെന്ന് ഇതെല്ലാം വെറും തമാശയല്ലേ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതൊന്നും കേൾക്കുന്നില്ല. അവൾ നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും ഇല്ലില്ല ഈ ഒരു വഴി ഒരു ഷോർട്ട് കട്ടാണ്, കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരെ ഹൈവേയിലേക്ക് തന്നെ എത്തും എന്ന് പറയുമ്പോഴാണ് അവൾ കുറച്ച് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു വഴിയിലൂടെ പോകുമ്പോഴത്തേക്കും രണ്ടു വശങ്ങളിലും ഒരുപാട് മഞ്ഞ് നിറഞ്ഞു നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു കാട് ഭാഗമാണ്. ഇതിനുള്ളിലൂടെ വേണം ഇവർക്ക് പോകാനായിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ഒരുപാട് കുരിശുകളെല്ലാം വെച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ അത് ഇവർ ശ്രദ്ധിക്കുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറെ ദൂരം പോകുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ ഒരു ക്രിസ്മസ് സോങ് ഉണ്ടല്ലോ അതിങ്ങനെ പ്ലേ ചെയ്യുന്നത്. അത് പ്ലേ ചെയ്തിട്ട് ഹീറോയിനോട് ചോദിക്കും ഓക്കെ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ അതൊക്കെ എങ്ങനെയാണ്, ഞാൻ എൻ്റെ പേരൻസുമായിട്ട് നല്ലതുപോലെ തന്നെ ക്രിസ്മസിൽ ആഘോഷിക്കും, അല്ല നിന്റെ കാര്യം എന്താണെന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആകെ വിഷമിച്ചിട്ട് ഞാൻ ക്രിസ്മസ് ദിവസം രണ്ടുപേരോടൊപ്പമാണ് ആഘോഷിക്കുന്നത്, ഒന്നെൻ്റെ അമ്മ ഒന്നെൻ്റെ അച്ഛൻ. അതെന്താ അങ്ങനെ, കാരണം അവർ രണ്ടുപേരും ഡിവോഴ്സാണ്, അതുകൊണ്ട് രണ്ടുപേരുടെ അടുത്തേക്ക് പോയിട്ടും ഞാൻ ഇതുപോലെ ആഘോഷിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് അവിടെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോ അത് അറിയാന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹീറോയും പറയും നീ പറഞ്ഞ സ്ഥലമല്ല അത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ പറയുന്ന പല കാര്യങ്ങളും ഹീറോയിന് സ്ട്രേഞ്ച് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അതിനെപ്പറ്റി സംസാരിച്ച് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നത്. എതിർവശത്ത് നിന്ന് ഒരു വണ്ടി ഇങ്ങനെ നല്ല വേഗതയിൽ വരുന്നുണ്ട്. അതുമല്ലാതെ ആ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് അത്രയും വെളിച്ചമുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ലതുപോലെ കാണാൻ പോലും കഴിയുന്നില്ല. ഇപ്പൊ ഈ ഒരു കാറ് ഇവരുടെ എതിർവശത്തൂടെ വന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതും ഹീറോയ്ക്ക് അവന്റെ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് ഇടിച്ചങ്ങ് നിർത്തുകയാണ്. അതുപോലെ ഈ ഒരു മഞ്ഞിലേക്ക് നല്ലതുപോലെ തന്നെ ഇടിച്ചിറങ്ങിയത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്കുപറ്റിയതെല്ലാം ആ ഒരു തല വന്നിടിച്ചിട്ട് രണ്ടുപേരുടെ ബോധം പോയി. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും പതിയെ കണ്ണു തുറക്കുന്നത്. അപ്പൊ ആദ്യം എഴുന്നേൽക്കുന്നത് നമ്മുടെ ഹീറോയിൻ. അവളിപ്പോ അവനെ നോക്കിയിട്ട് ഒരു കത്തിയോ എടുത്ത് ഈ ഒരു ഡോറും തുറന്ന് വെളിയിലേക്ക് വന്ന് അവളുടെ സുഹൃത്തിനെ വിളിക്കാൻ ശ്രമിക്കും. പക്ഷെ കോള് പോകുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ പുറയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കാണുമ്പോൾ തന്നെ പേടിയാകുവനെ. എന്നിട്ട് അവൻ ചോദിക്കും അല്ല നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ എന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു, ഇപ്പൊ എന്റെ ഫോണിലാണെങ്കിൽ സിഗ്നൽ കിട്ടുന്നില്ല, നിന്റെ ഫോണിങ് തരാൻ പറയുമ്പോഴത്തേക്ക് അവൻ പറയും സോറി എന്റെ കയ്യിൽ ഫോണൊന്നുമില്ല. അപ്പോഴും ഹീറോയിൻ അവനെ വല്ലാത്ത രീതിയിൽ നോക്കാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണുമ്പോൾ സത്യം പറയാലോ ഇവന്റെ മുഖവും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് എന്റെ തല നല്ലതുപോലെ ഇടിച്ചതെന്ന് തോന്നുന്നു, വേദനയുണ്ട്. ശരി നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയാതെ ഓക്കെയാണ്. അല്ല മറ്റേ കാർ എവിടെ, അതെവിടെ ആക്സിഡന്റ് ആയി കിടപ്പുണ്ടോ? അപ്പോൾ ഹീറോ പറയും ഇല്ല, കാരണം ഞാൻ നോക്കിയിട്ട് കാറിന്റെ ടയർ പാടുകളൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്ക് ശരിയാണ്, ഇവരുടെ കാറിന്റെ ടയർ പാടുകൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. എതിർവശത്തു നിന്നൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ടയർ പാടുകൾ എന്തായാലും കാണേണ്ടതല്ലേ, പക്ഷെ അത് കാണുന്നില്ല. ഓക്കെ ഇനി ഇപ്പൊ ആ ഒരു കുഴിയിലേക്ക് ആരെങ്കിലും വീണിട്ടുണ്ടാവോ എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ആ ഒരു കുഴിയിലേക്ക് ചെന്ന് നോക്കിയിട്ട് ഹലോ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് സഹായത്തിനായിട്ടെല്ലാം ആളെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. അപ്പോൾ ഹീറോ പറയും ഇനി എന്തായാലും നമുക്ക് കാറിൽ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാറിനടുത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയിൻ കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹീറോയിനെ തള്ളുന്നുണ്ട്. പക്ഷെ ഈ കാർ അനങ്ങുന്നില്ല. അതേപോലെ തന്നെ കുറെ നേരം സ്റ്റാർട്ട് ചെയ്ത അവസാനം എഞ്ചിനിൽ നിന്ന് പുക വരുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല എന്ന് മനസ്സിലായി. അപ്പോഴേ ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട് നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം നീ എന്റെ വീടിനടുത്ത് താമസിക്കുന്നില്ല, നീ എന്നോട് കള്ളം പറഞ്ഞതാണ്, നിനക്ക് ആ ഒരു സ്ഥലത്തെ പറ്റി പോലും അറിയത്തില്ല, എന്നിട്ടാണ് നീ ഈ ഒരു വഴി എന്നെ കൊണ്ട് വന്നതെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ഒരുപാട് അവനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ അവൻ പറയും അങ്ങനെയൊന്നുമില്ല, നിനക്ക് ബോറടിക്കുന്നതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു വഴിയെ പോവാന്നും പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കൂട്ടി ഈ ഒരു വഴിയെ വന്നത് എന്ന് പറയുമ്പോൾ അവൾ പറയും ഞാൻ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ വഴക്കിട്ട് അപ്പോൾ ഹീറോ പറയും ഓക്കെ ശരി ഞാൻ എന്തായാലും തിരിച്ച് ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോവാം, കാരണം ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, അവിടേക്ക് പോയിട്ട് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട്
ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നോടൊപ്പം വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എവിടേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറയുമ്പോൾ ശരി ഇതിനകത്ത് ഹീറ്റർ ഉണ്ട്, പിന്നെ വേണമെങ്കിൽ ഒരു ടേപ്പ് എടുത്തതേ ഈ ഒരു ഗ്ലാസിന്റെ ഭാഗത്ത് ഒട്ടിച്ചോ എന്നെല്ലാം പറഞ്ഞ് ഹീറോ അവിടുന്ന് നടന്ന് അടുത്തുള്ള ഒരു വഴി ഇങ്ങനെ പോവാണ്. കാരണം ഈ ഒരു ഗ്യാസ് സ്റ്റേഷൻ അടുത്തേക്ക് എത്തണമല്ലോ, അതുമല്ല വെളിയിൽ നല്ല തണുപ്പുണ്ട്. അവൻ വിറച്ചാണ് പോകുന്നത്. അങ്ങനെ ഹീറോ പോയതിനു ശേഷം ഹീറോയിൻ കാറിലിരുന്നിട്ട് ആ ഒരു ടേപ്പ് എടുത്ത് ഈ ഒരു അടയ്ക്കാൻ പറ്റാത്ത ഭാഗമുണ്ടല്ലോ അവിടെ നല്ലതുപോലെ ഒട്ടിക്കും. അങ്ങനെ ഒട്ടിക്കുന്ന സമയത്താണ് ഈ ഒരു കാറിന് മുന്നിലൂടെ ആരോ ഒരാളിങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ ഇത് കണ്ട ഹീറോയിൻ അയാളോട് സഹായം ചോദിക്കാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് കാലിൽ നിന്ന് വെളിയേക്ക് ഇറങ്ങാണ്. അതിൽ ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ അതേതൊരു പാലമാണെന്ന് തോന്നുന്നു. അപ്പൊ അയാൾ ആ ഒരു പാലത്തിനപ്പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഹീറോയിൻ പുറകെ ചെന്നിട്ട് ഹേയ് പ്ലീസ് ഞങ്ങൾക്ക് സഹായം വേണമെന്നെല്ലാം പറഞ്ഞ് അയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെ നടന്നങ്ങ് പോവാണ്. ഇയാൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹീറോയിൻ അറിയുന്നില്ല. അപ്പൊ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ഹീറോ പുറകിൽ നിന്ന് നിൽക്കുന്നതും അവള് പെട്ടെന്ന് പേടിച്ചിട്ട് എടാ നീ ഇവിടെ എന്താ ചെയ്യുന്നേ, ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് പോയവൻ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് എന്തിനാ തിരിച്ചു വന്നേ? അപ്പൊ അവൻ പറയും ഇല്ല എനിക്ക് ഇവിടുന്ന് അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്, അതിൽ ഈ ഒരു തണുപ്പത്ത് എങ്ങനെയാ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കാറിലേക്ക് പോയി ഇരിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അതിനൊന്നും ഇപ്പൊ സമയമില്ല, ഇതിനെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും സംസാരിക്കുമ്പോൾ ഹീറോ പറയും വേണമെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നും പറഞ്ഞിട്ട് അവൻ നേരെ കാറിനകത്തേക്ക് കയറിയിരിക്കും. അപ്പോൾ ഹീറോയിനായാലും പുറകെ വന്ന് കാറിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിനകത്ത് കയറി ഇരുന്നിട്ട് ഇപ്പോൾ സമയം ഒരുപാട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോഴേക്ക് കാറിനകത്തുള്ള ആ ഒരു ക്ലോക്ക് നോക്കുമ്പോഴത്തേക്കും അതിന്റെ സമയം അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഹീറോയുടെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചിട്ട് അത് സ്റ്റോപ്പ് ആയിരിക്കാം എന്ന് പറയുമ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഹീറോയുടെ തലയിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവൻ പറയും ഹേയ് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ ആവെന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് സത്യം പറയും നീ എന്താ ഉദ്ദേശിക്കുന്നേ, നീ എന്റെ വീടിനടുത്ത് താമസിക്കുന്നില്ല, നിന്നെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവനും അവളുടെ കോളേജിൽ പഠിക്കുന്ന അതേ സ്റ്റുഡന്റ് തന്നെയാണ്. അത് ഇവളുടെ ക്ലാസ്സിലെ ഒരുപാട് നാളായിട്ട് ഹീറോയിനോട് സംസാരിക്കണം എന്നവന് താല്പര്യമുണ്ട്, വേറെ ഒന്നുമല്ല ഹീറോയ്ക്ക് ഹീറോയിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു ദിവസം അവളുടെ പുറകിലിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇതുപോലെ ആ ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്കും അവളെടുത്ത് വായിക്കുമല്ലോ, അത് ഹീറോ കാണുന്നത്. അതുകൊണ്ടാണ് അവൻ ഓക്കെ എന്തായാലും ഇതൊരു അവസരമാണ് അവളോട് സംസാരിക്കാൻ, ഹീറോയിന്റെ ആ ഒരു സ്ഥലത്തേക്ക് ഞാനും പോകുന്നുണ്ട് എന്നും പറഞ്ഞ് ആ ഒരു പേപ്പർ കൊണ്ടുവന്ന് ബോർഡിൽ ഒട്ടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഹീറോയിൻ അവന്റെ കാറിലേക്ക് വന്ന് കയറിയതും. പക്ഷേ ഹീറോയിൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തല്ല, ഹീറോയിൻ താമസിക്കുന്ന ആ ഒരു ടൗണിന്റെ മറുവശത്താണ് ഹീറോ താമസിക്കുന്നത്. അപ്പൊ ഇതുകൂടി കേൾക്കുന്നത് ഹീറോയിന് ഇപ്പൊ എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല, ഇവന്റെയൊക്കെ കാര്യം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോഴേക്കാണ് രണ്ടുപേർക്ക് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോ ഫുഡ് ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഫുഡെല്ലാം വാങ്ങിച്ചൊരു ബാഗ് ഉണ്ട്, അത് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ തന്നെ വെച്ച് മറന്നുപോയെന്ന് പറയും. അപ്പോൾ ഹീറോയിനെ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ഓക്കെ സീറ്റിനടിയിലെ ഒരു ചോക്ലേറ്റ് ബാർ ഉണ്ട്, അതെടുത്ത് കഴിക്കാന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു സീറ്റിനടിയിലേക്ക് കൈയിട്ട് അതിങ്ങനെ എടുക്കാൻ പോവാണ്. അങ്ങനെ സീറ്റിനടിയിൽ കൈയിട്ട് അത് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോ അലറി വിളിക്കാൻ തുടങ്ങും. ഹീറോയിൻ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഹേയ് അത് തമാശയാണെന്നും പറഞ്ഞ് ഇപ്പൊ ആ ഒരു ചോക്ലേറ്റ് എടുത്ത് രണ്ടുപേരും അത് പകുതിയായിട്ട് എടുത്ത് കഴിച്ചിട്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കി ഇരിക്കുകയാണ്. അതുപോലെ കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നു. വേറെ ഒന്നുമല്ല, ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്തായാലും കേടായി. അതുപോലെ താഴെ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോയും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കാറിനടിയിലേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇതിന്റെ ഗ്യാസ് ടാങ്ക് അത് ലീക്കായി അതിൽ നിന്നും ആ ഒരു ഗ്യാസ് വെളിയിലേക്ക് ഇറ്റിറ്റ് വീഴുന്നു. കൂടാതെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അത്രയും വേഗതയിലല്ല, തുള്ളിയായിട്ടാണ് താഴേക്ക് വീഴുന്നത്. അതുപോലെ ഇപ്പോൾ വെളിയിലെ തണുപ്പ് നല്ലതുപോലെ കൂടി വരുന്നുണ്ട്. കാരണം രാത്രി ആവുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുപ്പ് കൂടി വരുമ്പോഴത്തേക്കും ഇവർക്കിപ്പോൾ ഈ ഒരു തണുപ്പ് അകറ്റാൻ വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഹീറോ ആയാലും പുറകിലേക്ക് ചെന്നിട്ട് അവിടെ തുറന്ന് എന്തെങ്കിലും തുണിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇവർക്ക് തണുപ്പ് അകറ്റാൻ രീതിയിലുള്ള തുണികളൊന്നും ഇല്ല. അങ്ങനെ രണ്ടുപേരും കാറിനകത്ത് കയറിയിട്ട് ഈ ഒരു തണുപ്പ് മാറ്റാൻ വേണ്ടി രണ്ട് സൈഡിലുകളിലായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തിട്ടും തണുപ്പ് മാറ്റാനായിട്ട് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത് പക്ഷേ മനുഷ്യന്റെ ചൂട് ഇത്തിരി ഇങ്ങനെ തണുപ്പ് മാറ്റും, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ കാറ് കിടക്കുന്നതിന്റെ കുറച്ചടുത്തായിട്ട് ഒരു വലിയ പാറയുണ്ട്, അതിന്റെ പുറകിലേക്ക് അവളിങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്തൂടെ അല്ല കുറച്ച് ദൂരെയായിട്ട് 3 പുരോഹിതന്മാരിങ്ങനെ നടന്നു പോകുന്നു. ഇത് കാണുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവരെ വിളിക്കുമ്പോൾ അവരാദ്യം മൈൻഡ് ചെയ്തില്ല. പക്ഷെ കുറച്ച് ദൂരെ പോയിട്ട് അതിൽ ഒരാള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവളെ കണ്ടതിനു ശേഷം പിന്നെയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നു. അപ്പോൾ ഹീറോയും പെട്ടെന്ന് കാറിനടുത്തേക്ക് വന്ന് ഹീറോയുടെ ഈ ഒരു കാര്യം പറയും. ഇതുപോലെ 3 പുരോഹിതന്മാർ ഇതിനകത്തോട് നടന്നു പോയെന്ന് പറയുമ്പോൾ ഇത് കേട്ട നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു ടോർച്ചും കൊണ്ട് അവരുടെ പുറകെ ഇങ്ങനെ ഓടാണ്. അങ്ങനെ കുറെ ദൂരം ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോയും പറയുന്നത് വേണ്ട നമുക്ക് എന്തായാലും അവരുടെ പുറകെ പോകണ്ട, എനിക്ക് നല്ല പേടിയുണ്ട്, നമുക്ക് എന്തായാലും തിരിച്ച് കാറിലേക്ക് തന്നെ പോയിരിക്കാം. അല്ല എന്തു പറ്റി? അല്ല അതിലൊരാൾ എന്നെ കണ്ടിരുന്നു, പക്ഷെ കണ്ടിട്ടും അയാളൊന്നും ചോദിക്കാതെയാണ് നടന്നു പോയത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും നേരെ തിരിച്ച് കാറിനടുത്തേക്ക് വരുമ്പോൾ ഹീറോ പറയും ഇല്ല ഞാൻ എന്തായാലും അവരെ ഫോളോ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീറോ ഇപ്പൊ കുറച്ചുകൂടി ഉള്ളിലേക്ക് അവരെ ഫോളോ ചെയ്തിങ്ങനെ പോവാണ്. അങ്ങനെ കുറെ ദൂരം എത്തുമ്പോഴത്തേക്ക് അവൻ ചുമയ്ക്കുമ്പോൾ
വായിൽ നിന്നും ചെറിയ രീതിയിൽ രക്തം വരുന്നുണ്ട്. ഓക്കെ, അതൊന്നും കാര്യമാക്കാതെ അവൻ കുറെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു പഴയ കെട്ടിടം ഉണ്ടല്ലോ, തകർന്ന് പൊളിഞ്ഞ അതിങ്ങനെ കാണുന്നു. അങ്ങനെ ഹീറോ പതിയെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുന്നതും ആ ഒരു വീടിനകത്ത് ഒരുപാട് പഴയ ന്യൂസ് പേപ്പറുകളുണ്ടല്ലോ അത് കിടക്കുന്നതായിട്ട് ഹീറോ കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചേക്കും. എന്നിട്ട് അവിടെ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീടിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് മരിച്ചുപോയി അവരുടെ ശരീരം തണുത്തുറഞ്ഞ രീതിയിൽ ഒരുപാട് ആളുകളുടെ ശരീരം കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് പേടിച്ച് ആ ഒരു വീടിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകൂടി ഉള്ളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ ശരീരം ഒന്നും അവിടെ കാണുന്നില്ല. ഇനിയിപ്പോ തനിക്ക് തോന്നിയതായിരിക്കോ എന്നുള്ള രീതിയിൽ ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചോടും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ കാറിലിരിക്കുമ്പോ നേരത്തെ കണ്ടല്ലോ ഒരാള് നടന്നുപോയാ അയാള് വീണ്ടും ഈ ഒരു പാലത്തിന് മുകളിലോട്ട് നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. ഇത്തവണ എന്തായാലും അയാളെ പിടിച്ചു നിർത്താം. നേരത്തെ ആണെങ്കിൽ ഈ ഒരു വടുവൻ വിളിച്ചിട്ട് നിന്നത് പോലുമില്ല. തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് ചെന്ന് ചോദിക്കാനുള്ളത്. അങ്ങനെ ഹീറോയിൻ അയാളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ അയാളെ കാണുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ഒരു പുഴയിൽ വീണിട്ട് നനഞ്ഞ് കയറി വരുന്നത് പോലെയാണ്. വിറച്ച് ഇങ്ങനെ പോകുന്നു. ഹീറോയിൻ പുറകെ ചെന്നിട്ട് സാർ പ്ലീസ് ഞങ്ങൾക്കൊരു സഹായം വേണം, ഞങ്ങളുടെ കാർ ഇവിടെ സ്റ്റക്കായെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അയാൾ ഇത്തവണയും അവളെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം അയാളുടെ തോളിലേക്ക് ചെന്ന് പിടിച്ചിട്ട് സാർ പ്ലീസ് എന്ന് പറയുമ്പോ ഇയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും ആഹാ കാണിക്കുമ്പോ വേറെ ഒന്നുമല്ല, അയാളുടെ മുഖമെല്ലാം അഴുകി ഒരു വല്ലാത്ത അവസ്ഥയിൽ വാ തുറക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്നും ഒരു പാമ്പ് വെളിയിലേക്ക് വന്ന് വീഴുന്നു. അതുപോലെ അയാളുടെ കൈയും കാലും കമ്പി ഉപയോഗിച്ച് കെട്ടിയിട്ടേക്കാണ്. ഇതുകൂടി കാണുന്നത് ഹീറോയിൻ പേടിച്ച് പുറകിലേക്ക് നടക്കുമ്പോൾ വേറെ രണ്ടുപേരെ വന്ന് തട്ടും. തിരിഞ്ഞു നോക്കുന്നതും മുഖമെല്ലാം പൊട്ടി ആകെ വല്ലാത്ത അവസ്ഥയില് വേറെ രണ്ടുപേരും അവളുടെ അടുത്ത് നിൽക്കുന്നു. ഇതും കൂടി കണ്ട് അവൾ അലറി വിളിക്കുമ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ അവിടേക്ക് ഓടി വരുവാണല്ലോ. അവൻ ഓടി വരുമ്പോഴത്തേക്കും ഹീറോയിൻ ആ ഒരു പാലത്തിൽ കിടക്കാണ്. അല്ല എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഞാൻ ഇവിടെ ആളുകളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ കൈ കാണിക്കുമ്പോൾ കൈയെല്ലാം പൊള്ളിയതുപോലെ. എന്താണെന്ന് വെച്ചാല് ആ ഒരാളെ തൊട്ടതുകൊണ്ടാണ് അവളുടെ കൈ അതുപോലെ പൊള്ളിയത്. പക്ഷെ ഹീറോ ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ അവനത് വിശ്വസിക്കാനും കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നേരെ തിരിച്ച് കാറിലേക്ക് തന്നെ വന്നിരുന്നു. ഇത്തവണ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ ഒരു തണുപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ കാറിനടുത്തേക്ക് ഒരു ടോർച്ച് ലൈറ്റിന്റെ വെട്ടം ഇങ്ങനെ അടിക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസറാണിത്. രണ്ടുപേരും കാണുന്നതും സാർ നിങ്ങളെങ്കിലും എത്തിയല്ലോ, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അടുത്തും കൂടിയാണ് ഇരുന്നത് ആ ഒരു പോലീസുകാരൻ വരാൻ നേരത്ത്. അപ്പോൾ പോലീസുകാരൻ വിചാരിക്കും ഇവര് രണ്ടുപേരും കപ്പിൾസ് ആണ്, നിങ്ങളോട് എന്താ ചെയ്യുന്നതെല്ലാം ചോദിക്കുമ്പോൾ ഇതാണ് സംഭവിച്ചത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അയാൾ പറയും ഓക്കെ എന്നും പറഞ്ഞിട്ട് അയാൾ നേരെ കാറിനടുത്തേക്ക് പോവാണ്. അപ്പൊ ഇവര് വിചാരിക്കും അല്ല ഈ ഒരു ഓഫീസർ എന്താ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്, ചിലപ്പോ പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ചില പോലീസുകാർ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അതാണെന്ന് വിചാരിച്ച് കുറച്ച് പണം അവളുടെ ബാഗിലുണ്ടായിരുന്നു. അതും എടുത്ത് ഹീറോയിൻ നേരെ ആ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ തിരിഞ്ഞു നിൽക്കാണ്. സാർ പ്ലീസ് എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും ഞാനിവിടെ വന്നത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. അതെ സാർ, അതുപോലെ എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട. ഈ ഒരു സ്ഥലത്താണെങ്കിൽ ഒരുപാട് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് എപ്പോഴും. ഓക്കെ, അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്റെ കാറിലേക്ക് ഒന്ന് കയറാൻ പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല സാർ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ സഹായത്തിനായിട്ട് വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയും അല്ല നിനക്കെന്താ എന്റെ കാറിലേക്ക് കയറിയാല് എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. എന്നിട്ട് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങും. മര്യാദയ്ക്ക് എന്റെ കാറിൽ കയറാൻ പറയുമ്പോൾ ഹീറോയിൻ നോക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ദൂരെയായിട്ട് മറ്റൊരാള് ഈ ഒരു കാട്ടിൽ നിന്നും ഇവരെ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പോലീസുകാരൻ ഹീറോയിന്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഹീറോയിൻ പറയും പ്ലീസ് സാർ വേണ്ട, എന്നെ വെറുതെ വിടാൻ പറയുന്നുണ്ടെങ്കിലും അയാൾ കേൾക്കുന്നില്ല. ആ ഒരു സമയത്താണ് പുറകിലൂടെ നമ്മുടെ ഹീറോ ഒരു കമ്പി കൊണ്ടുവന്ന് ഈ ഒരു പോലീസുകാരന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. പക്ഷെ ആ ഒരു സമയത്ത് ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് അവർക്ക് അറിയത്തില്ല. രണ്ടുപേരും ഇപ്പൊ കണ്ണു തുറക്കുമ്പോഴത്തേക്കും കാറിനകത്തിരിക്കുകയാണ്. അതുപോലെ ഹീറോയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ഇരുമ്പ് കമ്പിയുണ്ട്, അതാണെങ്കിൽ തണുപ്പ് കാരണം അവന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇപ്പൊ ഇതെങ്ങനെയെങ്കിലും വലിച്ചിളക്കി. ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് രണ്ടുപേർക്ക് അറിയത്തില്ലല്ലോ. അതുമല്ല അവന്റെ കൈയാണെങ്കിൽ പതിയെടുത്ത് ഹീറോയിന്റെ വയറിലേക്ക് വെക്കും ചൂടാവാൻ വേണ്ടി. എന്നിട്ട് രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറെ നേരം അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഇവര് രണ്ടുപേരും ഫുഡിനെ പറ്റി പറയുന്നുണ്ട്. കാരണം രണ്ടുപേർക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ മരിക്കുന്നതിന് മുന്നേ നമുക്കൊന്നും കഴിക്കാൻ കഴിയത്തില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഹീറോയിനായാലും നല്ലതുപോലെ കരയുമ്പോൾ ഹീറോ ആണ് അവളെ സമാധാനപ്പെടുത്തുന്നത്. എന്നിട്ട് ഹീറോ പറയും എന്തായാലും നമുക്ക് രാവിലെ വരെ ഇതിനകത്തിരിക്കാം, രാവിലെ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഇതിലേ പോവാതിരിക്കത്തില്ല, അപ്പൊ നമുക്ക് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹീറോയ്ക്കാണെങ്കിൽ കുറെ നേരമായിട്ട് തലയെല്ലാം വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ ബാഗിൽ കുറച്ച് മരുന്നുണ്ടായിരുന്നു, അതെടുത്ത് അവന് കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പൊ അവൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഡോറിന്റെ വശത്തോടെ കാറ്റുള്ളിലേക്ക് കയറുന്നത് കൊണ്ട് തന്നെ അത് മൂടാൻ വേണ്ടി അവൾ ആ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അവിടെ ഇങ്ങനെ അടയ്ക്കാണ്. ആ ഒരു സമയത്താണ് ന്യൂസ് പേപ്പറിൽ ഒരു പഴയ ന്യൂസ് ഇങ്ങനെ കാണുന്നത്. അതുമല്ല ആ ഒരു പേപ്പറിൽ കാണുന്ന കുറെ മുഖങ്ങള് അവൾക്ക് പരിചയമുള്ളതുപോലെ. അപ്പോൾ എന്താണ് ആ ഒരു ന്യൂസ് എന്ന് വായിക്കുമ്പോഴത്തേക്കാണ് 1936 ഇതേ റോഡിൽ നടന്ന കുറച്ച് അപകടങ്ങളെ പറ്റിയാണ് ആ ഒരു ന്യൂസിലുള്ളത്. ആ ഒരു സമയത്ത് ഒരു കപ്പിൾസ് കാറിൽ പോകുമ്പോൾ അവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. അതേസമയം തന്നെ എതിർവശത്ത് നിന്ന ഒരു പോലീസ് വണ്ടി, ആ ഒരു വണ്ടിക്ക് ആക്സിഡന്റ് സംഭവിച്ച അതിലെ പോലീസുകാരനും അതേപോലെ തന്നെ ഈ ഒരു കപ്പിൾസും മരണപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അന്ന് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു കപ്പിൾസ് മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് അതിലെ പോയ 3 പ്രീസ്റ്റുകൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കപ്പിൾസ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ ഹീറോയിനടുത്തേക്ക് വന്നൊരു പോലീസുകാരൻ, ആ ഒരു പോലീസുകാരനും മരിച്ച ഒരാളാണ്. അതേപോലെ തന്നെ ആ ഒരു 3 പ്രീസ്റ്റുകള് കൂടാതെ നേരത്തെ 2 പേരെ കണ്ടല്ലോ, ഇവരെല്ലാവരും ഈ ഒരു സ്ഥലത്ത് മരണപ്പെട്ടതാണ്. അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ ഇപ്പോ കാറിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ന്യൂസ് പേപ്പർ ഊരി വീഴുന്നതും അതൊന്നുകൂടി എടുത്ത് വീണ്ടും മടക്കി ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അടച്ചു വെക്കും. അപ്പോഴാണ് കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു പോലീസുകാരൻ ഇവരുടെ ഒരു കാറിന്റെ ഗ്ലാസ് തകർത്ത് നമ്മുടെ ഹീറോയിന്റെ കഴുത്തിന് പിടിച്ചിട്ട് അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇപ്പൊ ഫ്ലാഷ് ബാക്കില് ആ ഒരു പോലീസുകാരൻ എന്താണ് ചെയ്തെന്ന് വെച്ചാല്, ഇതുപോലെ ഈ ഒരു റോഡില് ഒരുപാട് പേർക്ക് ഇതുപോലെ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കും. അതിൽ ഈ സ്ത്രീകളുണ്ടല്ലോ, അവരെ മാത്രം ഈ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് റേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് ഈ ഒരു പോലീസുകാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹീറോയിന് ഈ ഒരു കാര്യങ്ങളെല്ലാം തോന്നിയതാണ്. അവള് ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടക്കുന്ന കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ സമാധാനിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു കാറിലെ റേഡിയോ വർക്കായിട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ മ്യൂസിക് എല്ലാം പ്ലേ ആവുന്നു. ആ ഒരു സമയത്താണ് കുറച്ച് ദൂരെ നിന്നും ഒരു പെട്രോളിംഗ് വണ്ടി അവിടേക്ക് വരുന്നത്. അതേസമയം തന്നെ വെളിയില് ആരോ വന്നിട്ട് ലൈറ്റ് എല്ലാം അടിച്ചു നോക്കുന്നത് പോലെ ഇപ്പൊ നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാറിന്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഇതിപ്പോ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ കാറിനകത്ത് കിടന്ന് 2 പേരും വിറച്ചു മരിക്കും. അതുകൊണ്ട് ഹീറോ തന്റെ ശരീരം വെച്ച് തന്നെ അതിങ്ങനെ തടയാണ്. അങ്ങനെ ഹീറോയിനായാലും കുറേ നേരം അനങ്ങാതെ കിടന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇപ്പൊ 2 പേരും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ ഈ ഒരു കാറിന് വെളിയിൽ ആരും വന്നതുപോലെ നേരത്തെ വന്ന ആ ഒരു പോലീസുകാരനാണോ എന്തോ, അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും പേടിച്ചങ്ങനെ നിൽക്കുന്നത്. അയാൾ വന്ന് ഈ ഒരു ഡോർ എല്ലാം തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു അനക്കമെല്ലാം നിന്നു. ഇപ്പൊ വെളിയിൽ ആരുമില്ല. അങ്ങനെ വീണ്ടും ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ. അവൻ ആ ഒരു സീറ്റിലിങ്ങനെ കിടക്കാണ്. അങ്ങനെ ഹീറോയിനായാലും എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഹീറോ പറയുന്നുണ്ട്, ഇതുപോലെ അവൻ നേരത്തെ വെളിയിലേക്ക് പോകുമ്പോൾ അവനിങ്ങനെ രക്തം ഛർദ്ദിച്ചു വന്നു. അതേപോലെ തന്നെ വണ്ടിക്കകത്തു നിന്നും ഒരു യൂറിൻ ബോട്ടിലും കിട്ടുന്നുണ്ട്. കാരണം ഇവന് വെളിയിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് അവൻ അതുപോലെ ചെയ്തതാണ്. അതുമല്ല ഹീറോ ആണെങ്കിലോ അവനെ കൊണ്ട് ഒക്കുന്ന രീതിയിലല്ല ഹീറോയിനോട് സംസാരിച്ചിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹീറോയിൻ പറയും, നിനക്ക് അത്ര വയ്യെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോവാം, അവിടെ നിന്ന് സഹായത്തിന് ആരെങ്കിലും വിളിച്ചോണ്ട് വരാമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ലല്ല, അവിടേക്ക് പോകുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് 2 പേർക്കും രാവിലെ വരെ ഇതിനകത്ത് പിടിച്ചു നിൽക്കാം, ആരെങ്കിലും വരാതിരിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഞാൻ മരിച്ചു കഴിഞ്ഞാല് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി എനിക്കൊരു ജന്മം കിട്ടിയാല് ഞാൻ എന്തായാലും ഒരു കാര്യം മാത്രം ചെയ്യും. ഇനി നിന്നെ കോളേജിൽ വെച്ച് കാണുമ്പോൾ ഒരു ഹായ് ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും എന്നെല്ലാം അവന്റെ ആഗ്രഹങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ടവർ ഇരിക്കുന്നു. ആ ഒരു ടവറിന് മുകളിലായിട്ടാണെങ്കിൽ ഒരു ടെലിഫോൺ ഉണ്ട്. അതിവിടെ ശരിയാക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് മുകളിലേക്ക് കയറിയിട്ട് അതുവഴി പോലീസിനെ വിളിക്കാം, ആരെയും സഹായിക്കാനായിട്ട് വരും എന്നും പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് ഹീറോയിൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ടവർ ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറാണ്. അങ്ങനെ ആ ഒരു ടവറിന് മുകളിലേക്ക് ഒരു വിധത്തിൽ വലിഞ്ഞടിച്ച് കയറിയിട്ട് ആ ഒരു ഫോൺ എടുത്ത് ഇതുപോലെ പോലീസിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഹീറോയിൻ പറയുന്ന കാര്യവും കേട്ടോ ഇല്ലയെന്നും അറിയത്തില്ല. അവളായാലും സഹായിക്കണമെന്നല്ല പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കാറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ആ ഒരു കാറിനകത്തേക്കായി നോക്കുമ്പോൾ പാവം നമ്മുടെ ഹീറോ ഒരുപാട് നേരം അതിനകത്ത് ഇരുന്നിട്ട് അവനിപ്പം മരിച്ചുപോയി. അങ്ങനെ അവള് കുറച്ചു നേരം അവനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ട് ഇപ്പൊ അവന്റെ ശരീരം കാറിൽ നിന്നും വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ആ ഒരു ഡോർ അടയ്ക്കുമ്പോൾ കുറച്ച് ദൂരം നിന്നും അടുത്തൊരു വണ്ടി വരുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോയും വിചാരിക്കും നേരത്തെ വന്ന ആ ഒരു പോലീസുകാരന്റെ ഗോസ്റ്റ് ആയിരിക്കും വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവൾ കാറിനകത്തേക്ക് കയറാനായിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു വണ്ടി അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലാവുന്നത് അത് ആ ഒരു പോലീസുകാരനല്ല, ഇത് വേറൊരാളാണ്. ഇയാളെയാണ് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ അടുത്ത ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അതിനകത്ത് വെച്ച് ഹീറോയിൻ കണ്ടത്. അങ്ങനെ അത് കാണുന്നതും ഹീറോയിൻ ഇപ്പോൾ അയാളുടെ വണ്ടിയിലേക്ക് കയറിയിട്ട് ഇവര് 2 പേരും അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് ആ ഒരാള് ഈ ഒരു സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഹീറോയിനോട് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അയാൾ ഈ ഒരു വഴിയെ പോകുന്ന കപ്പിൾസിനെ എല്ലാം പിടിച്ച് അവരെല്ലാവരെയും കൊല്ലുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാളെ കൊന്നിട്ട് ഇതുപോലെ ഈ ഒരു വഴിയെ പോകുമ്പോഴത്തേക്കും അയാളുടെ കാറ് മറിഞ്ഞ് ആ ഒരു ആക്സിഡന്റിൽ ആ ഒരു പോലീസുകാരൻ മരണപ്പെടുമായിരുന്നു. അങ്ങനെ ആ ഒരു പോലീസുകാരൻ മരിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഇവിടെ റെഗുലർ ആയിട്ട് ഒരുപാട് ആക്സിഡന്റ് നടക്കാൻ തുടങ്ങി. അത് ആ ഒരു പോലീസുകാരന്റെ ആത്മാവ് കാരണമാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ആ ഒരു പ്രീസ്റ്റുകളുടെ കാര്യം. അവരാണെങ്കിലും ഇതുപോലെ അവരുടെ വീട്ടിലെ തണുത്തുറഞ്ഞ് തന്നെയാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് അവരുടെ ആത്മാവ് ഈ ഒരു സ്ഥലത്ത് ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വണ്ടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ദൂരെ നിന്നും വീണ്ടും ഒരു പോലീസുകാരന്റെ ആത്മാവുണ്ടല്ലോ അയാൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. അതുപോലെ റേഡിയോയില് സെയിം മ്യൂസിക് പ്ലേ ആവുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന് കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ഇത്തവണ ഇവരുടെ വണ്ടിയിലേക്ക് ഇടിക്കാനായിട്ട് വരുമ്പോൾ ഇവരുടെ വണ്ടി എന്തായാലും ആക്സിഡന്റ് ആവുന്നില്ല. പകരം അത് മറ്റൊരിടത്തേക്ക് ഇടിച്ചു നിന്ന ആ ഒരു പോലീസുകാരന്റെ വണ്ടിയാണ് കുറെ ദൂരേക്ക് പോയിട്ട് ആക്സിഡന്റ് ആയി മറിഞ്ഞു വീഴുന്നത്. അങ്ങനെ ഇവര് 2 പേരും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് സംഭവിച്ചതിനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വണ്ടി ഓടിച്ച ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് ഈ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള കാറിനടുത്തേക്ക് പോലീസുകാരന്റെ ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഹീറോയിൻ പറയുന്നുണ്ട്, ഹേയ് അവിടേക്ക് പോകേണ്ട, അത് ഡേഞ്ചറാണ്, നിങ്ങൾ തിരിച്ചു വരാൻ പറയുമ്പോൾ അയാൾ കേൾക്കുന്നില്ല. കാരണം ഹീറോയിൻ പറയുന്നത് എന്താണ്, അയാൾ ആൾറെഡി മരിച്ച ഒരാളാണ്, അയാളിനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ കാണുന്ന കാര്യമാണെന്നെല്ലാം പറയുമ്പോൾ ഇയാൾ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ഇയാൾ പറയും, ഇല്ല അത് മറ്റൊരു പോലീസുകാരനാണ്, അയാളെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്
ഇയാൾ പെടുന്ന താഴേക്കിറങ്ങി പോകുന്നതും ഹീറോയിൻ ഇപ്പൊ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കാണുകയാണ്. കാരണം ഇവിടേക്ക് ആ ഒരു പ്രീസ്റ്റ് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പോലീസുകാരനായെന്ന് അറിഞ്ഞതുകൊണ്ട് ആ ഒരു പ്രീസ്റ്റ് അയാളെ രക്ഷിക്കാതെ അവിടെ നിന്ന് പോവാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു പോലീസുകാരന്റെ ആത്മാവ് അത്രയും ദേഷ്യം കൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഹീറോയിൻ ആ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ട് അവൾ പോകാനായിട്ട് വരുമ്പോൾ ഈ ഒരു പോലീസുകാരന്റെ ആത്മാവ് പെട്ടെന്ന് ആ ഒരു കാറിൽ നിന്ന് വന്ന് മറ്റേ പോലീസുകാരനെ ഇങ്ങനെ പിടിക്കുന്നു. അയാളെ പിടിക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിലോ അവിടെ കിടന്ന് തണുത്തുറഞ്ഞ് ഐസായിട്ട് മാറും. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ ഓടി ഈ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ ഹീറോയിനും ഏത് സ്ഥലത്താണോ ആക്സിഡന്റ് ആയിട്ട് വീണത് അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ലൂപ്പ് പോലെ ഹീറോയിൻ ഇവിടെ പെട്ടുപോയെന്ന് മനസ്സിലായി. അങ്ങനെ അവളായാലും ആ ഒരു വണ്ടിക്കകത്തേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ഒരു വണ്ടി ഒരു വിധത്തിൽ സ്റ്റാർട്ട് ആവുന്നില്ല. ആ ഒരു സമയമാണ് ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളുടെ ഗോസ്റ്റ് വീണ്ടും നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ വേണ്ടി ആ ഒരു വണ്ടിക്കകത്തേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് പുറകിലൂടെ ഹീറോ വന്നിട്ട് ഒരു കമ്പി എടുത്ത ആ ഒരു പോലീസുകാരന് ഒരു ഒറ്റയടി ആ അടി അടിക്കുന്നതും വീണ്ടും നമ്മുടെ ഹീറോയെ കണ്ണു തുറക്കുമ്പോൾ അവരുടെ ആ ഒരു കാറിനകത്ത് നിന്നാണ് കണ്ണു തുറക്കുന്നത്. ഹീറോ അവിടെ ആ ഒരു കാറിൽ മരിച്ചു തന്നെ ഇരിപ്പുണ്ട്. അതുമല്ല ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും അടുത്ത ദിവസമായി വെളിച്ചവും പതിയെ വീഴുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ഹീറോയുടെ ആത്മാവ് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹീറോയെ കാണുമ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, നിന്നെ ആ ഒരു കാറിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോയി, എന്നോട് നീ ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോൾ അവന്റെ ആ ഒരു നോട്ടം കാണുമ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് അവൻ എന്തായാലും അവളെ ക്ഷമിച്ചു എന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നതും ഹീറോയിനും അവന്റെ പുറകെ തന്നെ ഇങ്ങനെ നടന്നു പോവാണ്. അവൾക്കറിയാം എന്തായാലും അത് ഹീറോയുടെ ആത്മാവാണെന്ന്. അങ്ങനെ കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇപ്പോൾ നടന്നെത്തുന്നത് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടേക്കാണ്. കാരണം ഹീറോയുടെ ആത്മാവ് അവളെ സുരക്ഷിതമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് എത്തിച്ചിട്ടാണ് അവന്റെ ആത്മാവ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് അവിടേക്ക് പോലീസുകാരും ബാക്കി എല്ലാവരും വന്ന് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ശരീരവും ആ ഒരു കാറിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ ഫോട്ടോ അവള് ഫോണിൽ എടുത്തു വെച്ചിരുന്നല്ലോ, ആ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു ഫോണിൽ അവന്റെ ഫോട്ടോ എടുത്ത് നോക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഈ ഒരു മൂവി കണ്ടിട്ട് പറയാനുണ്ട്, ചിരി വരുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹീറോയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഹൈവേയിലൂടെ പോവാതെ ഈ ഒരു വഴി ഇറങ്ങി വരാനായിട്ട്. ഇപ്പൊ ഒരു പെണ്ണെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവന്റെ ജീവൻ തന്നെ അവന് കളയേണ്ടി വന്നു. മാന്യോ മര്യാദയായിട്ട് ആ ഒരു ഹൈവേയിലൂടെ പോയിട്ട് അവന്റെ ഇഷ്ടം എന്താണെന്ന് അവളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം, മൂവി എന്തായാലും ഇവിടെ അവസാനിച്ചു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.